ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങുമായി പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രി. സാധാരണക്കാരായ ജനങ്ങൾക്കും നിർധനരായ രോഗികൾക്കുമായി ഡോക്ടർ ജോൺ മാത്യു, ഡോക്ടർ പ്രദീപ് കുമാർ എന്നിവരുടെ സഹകരണത്തോടെ സൗജന്യ കീഹോൾ സർജറി പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം എറണാകുളം സബ് കളക്ടർ കെ മീര IAS നിർവഹിച്ചു. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവർക്കും കൈത്താങ്ങായാണ് പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രി സൗജന്യ കീഹോൾ സർജറി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഡോക്ടർ ജോൺ മാത്യു, ഡോക്ടർ പ്രദീപ് കുമാർ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതി എറണാകുളം സബ് കളക്ടർ കെ മീര IAS ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷം. അതിൽ തന്നെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്തതിന് ഫാത്തിമ ഹോസ്പിറ്റലിനോടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ അതേപോലെ തന്നെ രോഗങ്ങളുടെ കാര്യത്തിലും ഇതിൽ ഏറ്റവും മുന്നിലാണ് നമ്മൾ. നമുക്ക് പല ഇപ്പം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എടുത്തു കഴിഞ്ഞാൽ കോവിഡ് ആണെങ്കിലും നിപ്പ അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ലോകത്തുണ്ടോ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് മിക്കവാറും ആദ്യം കേരളത്തിലായിരിക്കും. പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പിൽ ഡോക്ടർ ശ്രീഗണേഷ് കെ പ്രഭു, ഡോക്ടർ ജോൺ മാത്യു, ഡോക്ടർ പ്രസീത കുമാരി, ഡോക്ടർ മാണി കുര്യൻ എന്നിവർ രോഗികൾക്കായുള്ള പരിശോധനകളും തുടർ ചികിത്സകളും ഒരുക്കി. ഫാദർ സോളമൻ ചാരങ്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കണ്ണമാലിപ്പള്ളി സഹവികാരി ഫാദർ ബെന്നി, ഫാദർ ആന്റണി തൈവീട്ടിൽ, ഫാദർ സജു ആന്റണി പുന്നക്കാട്ടുശ്ശേരി, വൈസ്മൻ ജോസഫ് സ്റ്റാൻലി, സേവ്യർ പൊള്ളയിൽ, ഫാദർ സിജു ജോസഫ് പാലിയത്തറ എന്നിവർ സംസാരിച്ചു. ഹോസ്പിറ്റലിലേക്ക് ആളുകൾ എത്തിച്ചേർന്ന് സൗഖ്യം സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആശുപത്രിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ പശ്ചിമകക്ഷിയിലെത്തിയ 1.5 വർഷത്തിനുള്ളിൽ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ ഗ്രാമങ്ങളിലെ മുക്കിനും മൂലയിലേക്കും ഫാത്തിമ ഹോസ്പിറ്റലിലൂടെ ലഭ്യമാകുന്ന എല്ലാ സാധ്യതകളെയും ചികിത്സാ സാധ്യതകളെയും എല്ലാ തരം ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസിനെയും കൂടുതൽ ജനകീയമാക്കുവാനായിട്ടുള്ള മുൻകൈ എടുക്കുവാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഡയറക്ടർ CGO വളരെ മുന്നിൽ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തേണ്ടതാണെന്ന് അവർക്ക് തോന്നി. ധാരാളം ആതുരാലയങ്ങൾ ഉടനീളം സ്ഥാപിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് നമ്മുടെ കൊച്ചു കേരളം തന്നെയാണ്. ഒരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ ഒരു പള്ളിക്കൂടം ഉണ്ടാവും, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് ഇത് ഇവിടെ പറയുന്നതാണ്? കേരളത്തിന്റെ ലഹരിയുടെ തലസ്ഥാനം ഫോർട്ട് കൊച്ചി മേഖലയാണ്. കൊച്ചി മേഖല തന്നെയാണ് ഫോർട്ട് കൊച്ചിക്ക് ശക്തമായ ഒരു ലഹരിയുടെ സാന്നിധ്യം ഉണ്ട്. അത് വിദേശ ടൂറിസ്റ്റുകൾ വരുന്നതാവാം, പക്ഷെ ഈവൻ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ യുവത്വത്തിന്റെ ഇടയ്ക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഫോർട്ട് കൊച്ചി മേഖലയിൽ യുവത്വത്തിന്റെ ഇടയ്ക്ക് ലഹരിയുടെ അളവുകളും ക്രമാതീതമായി നൽകുന്നതാണ്. അത് ഏത് പ്രായം നിന്ന് കുഞ്ഞു വിദ്യാർത്ഥികളും പല സ്കൂളുകളിലും പോലും ഇന്ന് നിങ്ങൾക്ക് ഒട്ടും അറിയാൻ പറ്റാത്ത പദാർത്ഥങ്ങളിൽ കൂടെ ലഹരിയാണ്. വലിയൊരു ഫാൻസിന്റെ ഇടയിലായിരുന്നു. ഒത്തിരി സ്നേഹമുള്ള ആൾക്കാർ, കൗൺസിലേഴ്സ് ഒക്കെ ഭയങ്കര സംസാരമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയില്ല പരിചയക്കാരെ. പിന്നെ ഫോണിലൂടെയാണ് വിളിച്ച് സംസാരിച്ചത്. വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ മലയാളം അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും വൈസ്മെൻ പ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും ക്യാമ്പിൽ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ILA Cochin. Grab your future in Germany and Austria.